ഹായ്, ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് നാടൻ കറിയാണ്. നാടൻ കറിയെന്ന് വെച്ചാൽ മുരിങ്ങക്കായ, ചെമ്മീൻ, മാങ്ങ, ചക്കക്കുരു, ഇതാണ് നമ്മളെ കറി. അപ്പോൾ ഇത് നമ്മുടെ പണ്ട് നമ്മളെ അമ്മമാരൊക്കെ വെച്ച് തന്നിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കറി വയ്ക്കാനായിട്ട് പോവാം വീഡിയോയിലേക്ക്. ഇന്നലെ നമുക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. മുരിങ്ങ നമ്മൾ 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. കുറച്ച് ചക്കക്കുരു നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഉണക്ക ചെമ്മീനാണ്. ചെറിയ ഉള്ളി നമ്മൾ പൊളിച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാന്താരിയാണ് എടുത്തിട്ടുള്ളത്, പഴുത്ത കാന്താരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. മീൻ കഴിക്കാത്തവർ ഇത് ചെമ്മീൻ ചേർക്കാണ്ട് ഇങ്ങനത്തെ ഒരു കറി വെച്ചെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇത്. നമുക്കിനി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒന്ന് അരച്ചിട്ട് വരാം. ഇത് വെന്തോന്ന് നോക്കാം. എന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. മഴ ചാറുണ്ട് കേട്ടോ. മഴ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ചക്കക്കുരു ഒന്നും കൂടി വേവാനുണ്ട്. 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. എല്ലാം ഒന്ന് വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കിനി തേങ്ങ അരച്ച് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കും. ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല നാടൻ കറിയാണ് നമ്മുടെ കറി. ഇങ്ങനത്തെ കറികളൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പണ്ടത്തെ നാടൻ കറികളാണ്. ഇപ്പോഴും വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറുകുറാന്നിരിക്കുന്ന ഇത് കൂട്ടി എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അടിപൊളി കറിയാണ്. ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കാം. ചക്കക്കുരു നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് ചീത്തയായി പോവില്ല. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. അപ്പം ചില ആൾക്കാർക്ക് എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് കറിയുടെ ഒരു വേവിൻ്റെ രീതി. പക്ഷേ ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ വയ്ക്കുമ്പോൾ എണ്ണയൊന്നും അധികം തെളിയില്ല. ഇപ്പോൾ നമ്മൾ തേങ്ങ ചേർത്താൽ അതിൻ്റെ ആ എണ്ണ മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് താളിച്ച് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉണക്കമുളക് ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ചേർക്കാൻ ഇഷ്ടമുള്ളത് ചേർത്തോളൂ. ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ താളിച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കും. ഇന്നത്തെ നമ്മൾ നാടൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.